Check, check. Hello, check. Hello, check. Hi guys, welcome to my new video. So guys, ഞാൻ പുതിയ മൈക്ക് വാങ്ങിച്ചിരിക്കുന്നു. അതിന്റെ പട്ടിഷാണ് നിങ്ങൾ ആദ്യം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ എന്താ? And guys, I'm so happy and so proud today because ഞാൻ ഒരു കാര്യം 21 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു guys. And for me this is a huge proud moment because എന്താണെന്നറിയോ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. സത്യം പറയാം, ഈ പരിപാടിയൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ചീറ്റി നാറി പണ്ടോറടങ്ങുന്നു. പക്ഷേ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടു ഗായ്സ്. ശകലകലാവല്ലഭൻ. എന്ത് ചെയ്യാം, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ടു ബി ഓണസ്റ്റ്. കാരണം എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഗൈസ്. യെസ്, പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട് എനിക്ക്. മെയിൻലി എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും. ഞാൻ ഒരാളെ മാത്രം പറയുന്നില്ല, എല്ലാവരും ഫാമിലി മെമ്പേഴ്സിൽ എൻ്റെ ഇൻലോസ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും ഒക്കെ ഒരു വലിയ ഇമ്പാക്ട് അവർക്കൊക്കെ ഇതിലുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സാധിച്ചെടുത്ത കാര്യങ്ങളൊന്നും അല്ല. അതിന്റെ മെയിൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്തും ഇതിൻ്റെയൊക്കെ എഡിറ്റിംഗ് പരിപാടിയായിട്ട് ഇരിക്കുന്ന സമയത്തും എൻ്റെ കുഞ്ഞിനെയൊക്കെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് അമ്മയൊക്കെ. പക്ഷെ സ്റ്റിൽ ദേ ആർ വാച്ചിങ് ഹർ. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ എനിക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ. ആൻഡ് എന്റെ കുഞ്ഞ് എന്താ പറയാ, ഞാൻ ആക്ച്വലി വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്ന ആൾ ഉറങ്ങുന്ന സമയത്താണ്. എന്റെ ജീൻ ആയതുകൊണ്ടായിരിക്കാം മേ ബി ചെറിയ ചെറിയ സൗണ്ട് ഇട്ട് അവള് മൈൻഡ് ചെയ്തില്ല, മാറിക്കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അതല്ല, അവളത് ഒച്ച വെച്ച് ഉറക്കം ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് ബഹളം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് മൈ വീഡിയോസ്. അപ്പോ പുള്ളിക്കാരി പോലും ഈ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഞാൻ ഈ ഒരു സംഭവം സക്സസ് ചെയ്തത് അത്ര വലിയ കാര്യമൊന്നും അല്ല, എനിക്കറിയാം. പക്ഷേ ഫോർ മീ ദാറ്റ് ഇസ് എ ബിഗ് തിങ്. ബിക്കോസ് ഒരു കാര്യം ഇന്ന് വരെ ഞാൻ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയാ പഠിക്കുന്നതിന് പോലും ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. യെസ്, ഒരു ജോലി ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ ഒരു 100% ഒരു 70%, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ 70% ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഫോർ മീ ദാറ്റ് ഇസ് എ ബിഗ് തിങ് ഗൈസ്. കാരണം വീഡിയോ എടുക്കുന്ന എഫേർട്ട്, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം, അതിനുള്ള ക്യാപ്ഷൻ കണ്ടുപിടിക്കണം, തംബ്നെയിൽ കണ്ടുപിടിക്കണം. ലൈക്ക് ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഗൈസ്, യുനോ. അതും രാവിലെ ജോലിക്ക് പോകണം, കുഞ്ഞിന്റെ കാര്യം, തിരിച്ചു വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പോലും ചെറിയായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കണമല്ലോ. അപ്പോൾ അത് നോക്കണം. പിന്നെ അതിനിടയ്ക്കാണ് ഞാൻ സമയം കണ്ടെത്തി. ആക്ച്വലി ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫുൾ ഡേ പാക്ഡ് ആയിരിക്കും ഈ കാര്യങ്ങൾ. കാരണം രാവിലെ എണീക്കുക, ജിമ്മിൽ പോവുക, തിരിച്ചു വന്നിട്ട് കുറച്ച് അലുവലത്തെ പരിപാടി, പെട്ടെന്ന് കുളിച്ച് ഓഫീസിൽ പോവുക, ആൻഡ് ദെൻ തിരിച്ചു വരുന്നു, കുറച്ചേരം കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നാളത്തേക്ക് വേണ്ടി, നെക്സ്റ്റ് ഡേയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മീൽ പ്രിപ്പ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാം. അതിനുശേഷം ഉറങ്ങുക. ഞാൻ വിചാരിച്ചു ഫുള്ളി പാക്ഡ് ആയിരുന്നു എന്റെ ലൈഫ് എന്ന് വിചാരിച്ചതില്. പക്ഷെ എനിക്കിത് ചെയ്യാനോട് സമയമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെനിക്ക് ഭയങ്കര കാര്യമാണ്. ആൻഡ് മോർ ഓവർ ഞാൻ പറയട്ടെ, സപ്പോർട്ടിങ് സിസ്റ്റത്തില് എന്റെ ഫ്രണ്ട്സും ഹസ്ബൻഡും കുഞ്ഞും മാത്രമല്ല, എന്റെ കൊളീഗ്സ് ഉണ്ട്, എന്റെ എന്താ പറയാ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. കാരണം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ഞാൻ ഇന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. എന്റെ ബ്രദറെന്നോ സിസ്റ്ററെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു വിഭാഗമില്ല. പക്ഷെ അവർ ഫോർ മീ ദേ ആർ എവറിത്തിങ്. അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ഇവൻ എന്റെ കൊളീഗ്സ് ആണെങ്കിൽ പോലും എന്റെ ഓഫീസ് അവേഴ്സിൽ തന്നെ അവര് വീഡിയോ എടുത്തു തരാൻ സഹായിക്കുന്നുണ്ട്, എന്റെ കൂടെ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. ലൈക്ക് എനിക്ക് വേണ്ടി കുറച്ച് സമയം ഒരാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് റിയലി ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അവരെനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യെങ്കിലും ഫോർ മീ ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിലെല്ലാം ഉപരി എൻ്റെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന, അതായത് എൻ്റെ പേഴ്സണലി അറിയാമെന്നുള്ളവരല്ലാണ്ട് എൻ്റെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന കുറച്ചധികം ആൾക്കാരുണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഗൈസ്. അതിന്റെ കാരണം എനിക്ക് ഇൻബോക്സിൽ വന്ന കുറെ മെസ്സേജസ് ആണ്. യെസ്, അതും വയനാടെന്നും പാലക്കാടെന്നും ഒക്കെ ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷവും, അതാണ് ശരിക്കും എനിക്ക് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടിയത്. ബിക്കോസ് എൻ്റെ ഒരു ഇൻബോക്സിൽ വന്ന ആളാണ്, ഞാൻ പേര് പറയുന്നില്ല, ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഡ്രൈവിങ്ങിന്റെ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞിട്ട്.
അപ്പോ ആ പുള്ളിക്കാരി ലൈക്ക് ആ ചേച്ചി ഷീസ് എൽഡർ ടു മീ ബിക്കോസ് ഞങ്ങൾ കുറെ പേഴ്സണൽ ചാറ്റ് ചെയ്തു. ഷീസ് ലൈക്ക് 20 വർഷമായി പുള്ളിക്കാരിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ കാർ ഓടിക്കാൻ അറിയില്ല, പേടിയാണ് മെയിൻ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് കണ്ടപ്പോൾ പുള്ളിക്കാരി ഇൻസ്പയർഡ് ഒരു മെസ്സേജ് ഇട്ടു, ഞങ്ങള് സംസാരിച്ചു. അപ്പോൾ ഷീസ് ലൈക്ക് പുള്ളിക്കാരി കൊണ്ട് പറ്റുമല്ലേ എന്നൊരു തിങ്കിങ് വന്നിട്ട് എന്റെ ഹാപ്പിയസ്റ്റ് പാർട്ട് ഇസ് വീടിനടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ആളോട് പറഞ്ഞിട്ട് ഒന്ന് കൈ തെളിയാനായിട്ട് പുള്ളിക്കാരി ആളെ അറേഞ്ച് ചെയ്തു. ആൻഡ് പുള്ളിക്കാരി തന്നെ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് തൊട്ട് ഷീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്. ആൻഡ് അത് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ വേറൊരു ആള് ഇതെങ്ങനെ സക്സസ് മീൻസ് ഞാൻ ഇത് ജേർണി കംപ്ലീറ്റ് ചെയ്തത്, എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ ചോദിച്ചപ്പോ വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യമാണ്. പക്ഷെ എനിക്കത് ഭയങ്കര സംഭവമാണ് ഗൈസ്. എന്നെ പരിചയമില്ലാത്ത ഒരാൾ എന്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് സന്തോഷം തോന്നിയിട്ട് അവർ എന്നെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് ഒരുപാട് പേരൊന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, 4 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ളൂ. പക്ഷേ അതെനിക്ക് 400 പേരുടെ മെസ്സേജിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് തന്നിരിക്കുന്നത്. കാരണം എന്റെ വീഡിയോസ് ഞാനുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ കണ്ടിട്ട് ഓക്കെ അത് കൊള്ളാമെന്ന് അറ്റ്ലീസ്റ്റ് അവർ തിങ്ക് ചെയ്യുന്നത് ഫോർ മീ ദാറ്റ് ഇസ് എ ബിഗ് 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 തിങ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞ എനിക്കുള്ള ഫ്യൂവൽ ഈ ഒരു 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പോ ലൈക്ക് എന്താ പറയുക, ഈ ഒരു എനർജിയും ഇപ്പൊ ഈ തൊണ്ടവയെങ്കിലും ഞാൻ ഈ വായിട്ട് അലയ്ക്കുന്നതും ഈ ഇങ്ങനെ വലിച്ചു കയറി സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് അതാണെന്ന് എനിക്ക് ആ ഒരു 4 പേരുടെ മെസ്സേജേ ഉള്ളൂ. പക്ഷേ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരാൾ ഒരുപാട് ഇൻഫ്ലുവൻസസ് പറയാറുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ. അപ്പൊ ഞാൻ ആലോചിക്കും ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണ്, ഇത് കാര്യങ്ങൾ കണ്ടിട്ട് അയക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് വന്നപ്പോ എന്താ പറയാ, യൂട്യൂബിൽ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്ന സന്തോഷമാണ് കഴിച്ച് എനിക്ക് 4 പേര് ഒരു വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്തപ്പോ. അപ്പോ എന്റെയൊക്കെ വീഡിയോ കാണാൻ ആളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഐ എം സോ ഹാപ്പി. യെസ് ഗൈസ്, അപ്പോ ഞാൻ പറയട്ടെ, എന്റെ വീഡിയോ 21 ഡേയ്സ് ചെയ്തിട്ടുള്ളൂ. വലിയ കാര്യമല്ല, കാരണം 90 ഡേയ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 100 ഡേയ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ലൈക്ക് അവരൊക്കെ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ആണെന്ന് 21 ദിവസമേ എടുത്തുള്ളെങ്കിൽ പോലും എനിക്ക് മനസ്സിലായി. പിന്നെ വർക്കിംഗ് വുമൻസ് ആണ്, ഒരുപാട് വർക്കിംഗ് വുമൻസ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയ, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരോട് റെസ്പെക്ട് ഇല്ല എന്നുള്ളതല്ല, നോട്ട് ഇൻ ദാറ്റ് സെൻസ്, ബട്ട് സ്റ്റിൽ ഇതിനെല്ലാത്തിനും സമയം കണ്ടെത്തും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് വലിയ സംഭവമല്ല, പക്ഷേ ഈ ഒരു ബിസി സ്കെഡ്യൂളില് നമ്മളെല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് കാര്യത്തിൽ ഭയങ്കര വലിയ കാര്യമാണ്. വിചാരിക്കുന്ന പോലെ, അതായത് ഈ വീഡിയോ കണ്ടിട്ടിരുന്ന് കുറ്റം പറയുന്നവർക്ക് അത് പറ്റും, അത് ഭയങ്കര ഈസിയാണ്. ഓക്കെ, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു. പക്ഷേ ആ ആള് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എടുക്കുന്ന സ്ട്രഗിൾ എത്രത്തോളം ആണെന്ന് പേഴ്സണലി ഞാൻ പറയട്ടെ, നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. പക്ഷെ അതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യുന്നത്, ഈ എഡിറ്റിംഗ് പരിപാടിയുള്ളൂ. ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് അത്ര സിമ്പിൾ അല്ല ഗൈസ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തപ്പോ ഓക്കെ ഇത്രയും പാടുണ്ടല്ലേ എന്നൊക്കെ അറിയുന്നത് ഭയങ്കര ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ ഞാനൊരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു സ്കൂൾ ടീച്ചറാണ് ആള്, എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല, കാരണം അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. പുള്ളിക്കാരി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ല. ഞാൻ ആളുടെ പ്രൊഫൈലും ചെക്ക് ചെയ്തു. ഷീസ് ലൈക്ക് എനിക്ക് മെസ്സേജ് ഇട്ടു, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഒരു ന്യൂ മോം ആണ്, ഓൾസോ വർക്കിംഗ് വുമൺ ആണ്, എങ്ങനെ ഇതിനിടയ്ക്കൊക്കെ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് പുള്ളിക്കാരി മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പൊ ഞങ്ങള് ചാറ്റ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആളൊരു മലപ്പുറംകാരിയാണ്. അപ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ പുള്ളിക്കാരോട് ഓണസ്റ്റ്ലി പറഞ്ഞു, നിങ്ങൾ ആക്ച്വലി ഡ്രോപ്പ് ചെയ്തതൊരു ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിലും എനിക്ക് അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു 21 ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തതിലും ഇത് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുപോലെ ഒരുപാട് പേരെന്നല്ല, ഒരു 6-7 പേരേ ഉള്ളൂ, പക്ഷേ ഒരു 6000 പേര് എഫക്റ്റും ഒരു 6000 പേര് ഇമ്പാക്റ്റും ആണ് എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഇതിലൂടെയാണ് കേട്ടോ.
അപ്പം എന്താ പറയാ, എനിക്ക് വലിയ ഞാൻ പറയാം, ഇപ്പോഴും ഞാൻ പറയാം, ഇത് കാണുന്നവർക്ക്, വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ചിലപ്പോ തോന്നും, ഓ ഇതിന്റെയൊക്കെ എന്ത് 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 പ്രഹസനമാണ് സതി എന്ന് തോന്നാം ഗൈസ്. പക്ഷേ എന്റെ ഈ സന്തോഷം, എന്റെ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞാൻ വീഡിയോ ചെയ്യുന്നത്, അതില് എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ കണ്ടിട്ട് ആഹാ കൊള്ളാം എന്ന് പറയുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമല്ലോ, ഒരു എന്താ പറയാ, ഒരു എന്താ ഒരു ഫ്യൂവലാണ് നമുക്കത്. അപ്പം എന്നെ ഈ ഒരു ജേർണിയിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹ്യൂജ് 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 അപ്ലോസ്, ബിക്കോസ് യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. ഞാൻ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും തുടർന്നും എക്സ്പെക്ട് ചെയ്യാൻ, ആക്ച്വലി എനിക്ക് തൊണ്ട വയ്യ സംസാരിക്കുമ്പോൾ അത്രയും സ്ട്രെയിൻ കൊടുക്കുമ്പോൾ വീണ്ടും 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 എനിക്ക് ചുമയ്ക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഗൈസ്. ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതിന്റെ 2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ മൈക്ക് വാങ്ങിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്യണം, വർക്കിംഗ് ആണോ നല്ലതാണോ എന്നൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമല്ലോ. ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. എങ്കിലും നമുക്കൊന്ന് പേഴ്സണലി യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു റിവ്യൂ നമ്മളായിട്ട് എടുക്കണമല്ലോ. അപ്പൊ അതിനാണ് മെയിൻ പർപ്പസ് ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ. ആൻഡ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്റെ ഈ 21 ഡേയ്സ് ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തതും എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് കിട്ടിയതും, ഒന്നല്ല കുറച്ചധികം പേഴ്സണൽ മെസ്സേജസ് കിട്ടിയതും, അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ അത് ലൈക്ക് എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു പരിചയമില്ലാത്ത, ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ അവരെല്ലാം എനിക്കൊരു ഫാമിലി പോലെ ആയിക്കഴിഞ്ഞു. ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടോ, ലൈക്ക് വലിയ വലിയ യൂട്യൂബേഴ്സ് എന്ന് ഞാൻ പറയുന്നതിലും പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നത് ലൈക്ക് തനി മലയാളി. ഞാനൊക്കെ പുള്ളിക്കാരുടെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്, ഐശ്വര്യ നാഥ്. അപ്പോ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ അവരോട് സംസാരിച്ചത് ലൈക്ക് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓഹോ അങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാള്, ഞാൻ അത്ര വലിയ വലിയ യൂട്യൂബർ എന്ന് ഞാൻ പറയുന്നില്ല, ആകെ 1500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനൽ റൺ ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരാള് മെസ്സേജ് ഇട്ടപ്പോ എനിക്ക് തന്ന ആ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പൊ ഇത്രയും ആൾക്കാർ മെസ്സേജ് ഇടുന്ന ഇവരെ പോലുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അപ്പൊ അത് എന്തുമാത്രം എനർജിയാണ് കൊടുക്കുന്നത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് ഗൈസ്, ഭയങ്കര സന്തോഷം. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, എന്റെ ആ ഒരു സന്തോഷം കണ്ടിട്ടാന്നേ ഞാനത് മാക്സിമം ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കാൻ നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു ടോപ്പിക് എടുത്ത് പറഞ്ഞപ്പോ ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ കേസ് തന്നെ പറയാം. ഞാൻ സംസാരിച്ചതില് ഒരാൾ എന്നോട് ഫുള്ളി എന്റെ ജേർണി എങ്ങനെയായിരുന്നു, എങ്ങനെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. സത്യം പറയാം എന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഗൈസ്. എനിക്ക് ബൈക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റോറിയാണ്, ഒരു വലിയൊരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും. ഞാൻ ആ സ്റ്റോറിയൊക്കെ പുള്ളിക്കാരോട് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യും, നമുക്ക് നോക്കാം, കുറച്ച് 5 പേര് കാണുമ്പോൾ എന്നെ പോലെ ഇതുപോലെ ഭയങ്കര കുറച്ച് ഇതാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് ചിറ്റ്ചാറ്റ് ചെയ്യാം. അതായത് എന്റെ ഈ വെകുളിത്തരം കേൾക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് പൊളിക്കാം ഗായ്സ്. യെസ്. അപ്പോ പറഞ്ഞു വന്നത്, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് എന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് അത് കേൾക്കാം. പക്ഷെ എനിക്കൊരു ടോപ്പിക് വേണം. ടോപ്പിക് ഇത് ദാരിദ്ര്യം ആയതുകൊണ്ട് ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് കമന്റ് ആയിട്ടോ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നുള്ളതിന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിശദമായിട്ട് ഇങ്ങനെ ഇത് കാര്യം പറയാം. അപ്പൊ എനിക്ക് കാര്യം പറയാം, നിങ്ങൾക്ക് കാര്യം കേൾക്കാം. ആൻഡ് ഇതൊക്കെ വാങ്ങിച്ചതല്ലേ, പണിയെടുക്കട്ടെ ഗൈസ്, പണിയെടുക്കട്ടെ. ഇതൊക്കെ നമ്മൾ വെറുതെ എന്താ പറയാ ചാർജും ചെയ്തുകൊണ്ട് നടക്കുന്നല്ലോ. ഇതൊക്കെ കുറച്ചൊന്ന് വർക്ക് ആവുന്നുണ്ടോന്നൊക്കെ ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് പിന്നെന്താ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി മാത്രമല്ല ഐ മീൻ ഒരുപാട് സ്നേഹം, സന്തോഷം. തുടർന്നും ഞാനത് സപ്പോർട്ട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും. തോന്നുന്നു ഞാൻ ഇത്രയും ഹ്യൂജ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എൻ്റെ ചാനലില്. ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് ആകുന്നുണ്ട് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. യെസ്, 4 ഇയേഴ്സ് ആകുകയാണ്. ഇതുവരെയും ഞാനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് 21 ദിവസം പോയിട്ട് 10 ദിവസം പോലും വീഡിയോ ഇട്ടിട്ടില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആഴ്ചയിലൊക്കെ അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു ചാനലിൽ. പക്ഷെ ഈ ഒരു 21 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഊർജം തന്ന എൻ്റെ ഈഗോയോട് എനിക്ക് ഭയങ്കര സന്തോഷം. മനുഷ്യന്മാർക്ക് ഈഗോ പാടില്ല എന്ന് പറയും, പക്ഷെ ഇത്തരം ചെറിയ നല്ല ഈഗോകൾ നമുക്ക് വേണം.
എങ്കിലേ നമുക്കത് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എന്നെ തളർത്താനായിട്ട് ഇതുപോലെ നിന്നെ കൊണ്ട് പറ്റില്ല, നീ ചെയ്യത്തില്ല എന്നൊക്കെ തളർത്താൻ വേണ്ടി നിൽക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഐ ആം എന്താ പറയാ, ഐ എം ഇൻവൈറ്റിംഗ് യു. കുറച്ചും കൂടെ തന്നാലേ എനിക്ക് അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് എനിക്ക് കുറച്ചും കൂടെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ ആൻസർ ടു സച്ച് പീപ്പിൾസ്, ബിക്കോസ് മേ ബി അവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. എന്നോട് 1-2 പേര് ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് വീഡിയോ ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ചയായിട്ട് സംസാരിച്ചപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ ഹിറ്റായി. ഞാനപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്തു, ഇതുപോലെ എന്നോട് അയാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി, അതെന്താ എന്നൊക്കെ. പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ ലൈക്ക് റിലേറ്റഡ് ടു ഞാൻ ഈ വീഡിയോ ഇടുന്നില്ല, ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞപ്പോ ആള് ഒരു സാമാട്ടിൽ നമ്മൾ ചില്ല് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതാണെങ്കിലും എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒന്ന് ഹേർട്ടായി. ഞാൻ ഹസ്ബൻഡോട് സംസാരിച്ചു, എടാ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരിക്കലും മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഹീസ് ലൈക്ക്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്, ഇല്ലെങ്കിൽ വേണ്ട. കാരണം എല്ലാ കാര്യത്തിലും പുള്ളി അങ്ങനെയാണ്, പറ്റുമെങ്കിൽ ചെയ്, ഇല്ലെങ്കിൽ വേണ്ട, കാരണം അതിന്റെ പേരിലൊന്നും സമയം വേസ്റ്റ് ചെയ്യല്ലേ എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത് ചെയ്യും, എനിക്കൊരു 10 ദിവസം ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കാണും, റിസർച്ച് ചെയ്തു, ബുക്ക് വായിച്ചൊന്നും പറയുന്നില്ല, എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലമില്ല. പണ്ടേ പഠിപ്പിനൊക്കെ ഞാൻ ഇച്ചിരി പിന്നിലോട്ടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പാസ്സാകുന്നുണ്ട് എല്ലാത്തിലും, അങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ വീഡിയോസ് കണ്ടു, ഇതുപോലെ ഒരു പണിയില്ലാത്തതുകൊണ്ട് റീൽസും തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. പണിയില്ലെന്നല്ല, പണിയൊക്കെ ഉണ്ട്, ഓക്കെ. അപ്പൊ ഏതോ റീലിൽ കണ്ടതാണ് 21 ദിവസമൊക്കെ നമ്മളിങ്ങനെ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് അതൊരു ഹാബിറ്റായി മാറും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പോയിട്ട് പൊളിക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടി പകുതിക്ക് വെച്ച് നിന്ന് പോകുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ ഇതുപോലെ കുറെ പേര് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോ എനിക്കൊരു ഫ്യൂവൽ ആയിരുന്നു എനിക്കൊന്ന് റീചാർജ് ചെയ്യാൻ. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഇടാനുള്ള സ്റ്റോക്ക് തീർന്ന് ഗൈസ്. ഇനി എന്തെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇനി എന്ത് വീഡിയോ ഇടും ദൈവമേന്ന് ഞാൻ ഒന്നും ആരത്തിരുന്ന് ചിന്തിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. 14 ദിവസത്തേക്കുള്ള സാധനങ്ങളെ ഒരു ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓൺ ആൻ ആവറേജ്. അപ്പോ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഒക്കെ അയക്കുന്നവരൊക്കെ കണ്ടപ്പോ എനിക്കിങ്ങനെ കൊള്ളായി പരിപാടി, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ടോപ്പിക്സ് കണ്ടെത്തി വീഡിയോസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം ഭയങ്കര കിടിലം എന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. എന്റെ ആസ് ഓഫ് എന്റെ ബുദ്ധിയിൽ ഒതുക്കുന്ന എന്റെ വായിൽ വേറെ സാധനങ്ങളൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാം, ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് തോന്നാം. എന്റെ നാച്ചുറൽ സംസാരം ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി വരുത്തണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ശീലം. അപ്പോ എന്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ? എനിക്ക് പൊതുവേ ഉള്ള ഒരു കംപ്ലൈന്റ് ആണ്, ഒന്ന് സ്ലോ വോയിസിലിട്ട് നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കയറി വരുമ്പോൾ അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് 3 ആഴ്ച ആയിട്ട് തൊണ്ട ശരിയാകാത്തത്. ഇപ്പോഴും ആ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേസ് ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എനിക്ക് ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ എന്റെ പേരൻസ്. എന്റെ അമ്മയൊക്കെ ശരിക്കും ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്റെ അമ്മ ചോദിക്കും, നീ എന്താ വീഡിയോ ഒന്നും ഇടാത്ത എന്നൊക്കെ പണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി നിന്ന് ഇരിയ സമയമില്ല, കുഞ്ഞിന്റെ കാര്യം എല്ലാം കൂടെ ബിസി ആയതുകൊണ്ട് അമ്മ അതങ്ങ് വിട്ടതായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഈ ഒരു സ്ട്രഗിള് ഞാൻ ചെയ്യുന്നതൊക്കെ അമ്മ കാണുന്നുണ്ടല്ലോ. അമ്മ ചോദിച്ചു, മതി നിർത്ത്, ചുമ്മാ ഈ ആവശ്യമില്ലാത്ത തലയിലെടുത്ത് വെക്കണ്ട, ഇതിൽ എന്ത് ബെനിഫിറ്റ് നിനക്ക് കിട്ടുന്നു? ആക്ച്വലി എനിക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഒരു സന്തോഷം ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. 21 ഡേയ്സ് കംപ്ലീറ്റ് ആയപ്പോ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനൊരു 21 പറഞ്ഞൊരു 10-30 ദിവസം മൊത്തത്തിൽ ഞാൻ മെനക്കെട്ടു. 21 ദിവസമാണ് നിങ്ങളെ മുന്നിൽ ഇത് എത്തുന്നെങ്കിലും അതിനൊരു ആഴ്ച മുന്നേ ഞാൻ ഈ പരിപാടി തുടങ്ങി. കാരണം എനിക്ക് ബാക്കപ്പ് വീഡിയോസ് വേണമല്ലോ. അപ്പോ ഒരു 30 ദിവസം ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഈ ഒരു ഭയങ്കര സന്തോഷത്തിനാണ് കേട്ടോ. ശരിക്കും 30 ദിവസം സ്ട്രഗിൾ ചെയ്തതിൽ എനിക്കൊരു 1 ഇയറിലത്തേക്ക് ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു 21 ദിവസത്തിലൂടെ. ഇട്ട വീഡിയോസ് മിക്കതും റീച്ചായി എന്നൊന്നും ഞാൻ പറയത്തില്ല. തെന്നിയും തെറിച്ചും 2-3 വീഡിയോസ് ഒക്കെ എനിക്ക് റീച്ച് എന്ന് പറഞ്ഞാൽ മില്യൺ അടിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഒരു 10K മുകളിൽ പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ വീഡിയോ ഇട്ട് തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം റീച്ച് എന്ന് പറയുന്നത് 10K മുകളിൽ പോകുന്നതാണ്. അങ്ങനെ ഒരു 3-4 വീഡിയോ പോയി. അപ്പോ എനിക്കതൊരു എന്താ പറയാ, യൂട്യൂബിൽ ഒരു പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷമാണ് ഗൈസ്. യെസ്, കാരണം എന്റെ വീഡിയോ ഒക്കെ ഒരു 10K എന്ന് പറയുമ്പോൾ 10,000 വരും. 10,000 പേരുന്ന ചില്ലറയാണോ ഗൈസ്? ഞാൻ ഈ മില്യൺ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് 10,000 മതി. പക്ഷെ 10,000 പേരുടെ വീഡിയോ കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ദാറ്റ് ഇസ് ബിഗ് തിങ് ടു മീ. അപ്പോ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല.
ഓൺ ആൻഡ് എന്താ പറയാ, ഈ ഒരു നമ്മളെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് മിനിറ്റ്സ് പറയുമല്ലോ, അതുപോലെ ഞാനൊരു മിനിറ്റ്സ് ആയിട്ട് പറയാം. എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു ടു ഈച്ച് ആൻഡ് എവരിബഡി ഹു ഹാവ് വാച്ച് മൈ വീഡിയോ, ഹു ഹാവ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹു ഹാവ് സപ്പോർട്ടഡ് ഫ്രം ദ ബിഗിനിങ് ടു ദിസ് മൊമെന്റ്. ഭയങ്കര സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ട് ഇനി ഞാൻ തുടർന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ആസ് ഓഫ് നൗ യു ഗൈസ് ആർ മൈ ഫാമിലി ടുവേർഡ്സ് മീ. അപ്പോൾ അതെനിക്ക് ആ ഒരു ഫാമിലിയുടെ കൗണ്ട് എനിക്ക് കൂട്ടി വരാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ യാ, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതുപോലെ ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വിച്ച് മീൻസ് ഇതുപോലെ മോട്ടിവേഷണൽ മെസ്സേജ്, ഓക്കെ, വേറൊന്നല്ല. കാരണം 1-2 ചേട്ടന്മാരുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ഇതുപോലത്തെ കുറച്ച് മെസ്സേജസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ ചെയ്യാനൊരു ഒരു മോട്ടിവേഷൻ എനിക്ക് കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആൻഡ് ഓണർ ലൈക്ക് അറ്റ് ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.